രാമായണ പരിക്രമണ സമിതിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ രാമായണ പരിക്രമണ തീർത്ഥയാത്ര സംഘടിപ്പിച്ചു. രാമായണവുമായി ബന്ധപ്പെട്ട പുണ്യകേന്ദ്രങ്ങളിലൂടെയും അഷ്ടലക്ഷ്മി സങ്കല്പത്തിലുള്ള 8 ദേവീ ക്ഷേത്രങ്ങളിലൂടെയുമാണ് തീർത്ഥയാത്ര നടത്തിയത്. 21ാമത് രാമായണ പരിക്രമണ യാത്ര പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ, മാനന്തവാടി അമൃതാനന്ദമയി മഠം മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. കെ.എൻ. മുരളീധരൻ, പി.ആർ. സന്തോഷ് കുമാർ, മധു മാസ്റ്റർ, എൻ. കൃഷ്ണക്കുറുപ്പ്, പത്മനാഭൻ വേടങ്കോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അസംഖ്യം ഭക്തജനങ്ങൾ ഈ പുൽപ്പള്ളിയുടെ പുണ്യഭൂമിയിൽ ഈ രാമായണ പരിക്രമണ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുവാനോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സീതാ ലവകുശ ക്ഷേത്രം മുതൽ ഈ 8 ദേവീ ക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനം ഈ ഭക്തജനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അഷ്ടലക്ഷ്മി ദർശനം എന്ന ഒരു സങ്കല്പത്തിലാണ് ഈ രാമായണ പരിക്രമണ തീർത്ഥയാത്രയുള്ളത്. ഈ 8 ദേവീ ക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനം പൂർത്തിയാക്കി ഹനുമൽ സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ ഭക്തജനങ്ങൾ ഈ രാമായണ പരിക്രമണ ദിവസം സാധ്യമായിട്ടുള്ളത്.